ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ +1 ബയോളജിയിൽ നമ്മൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ഈ ചാപ്റ്റർ നമുക്ക് ഒരു മാർക്ക് പോലും ഒരു കാരണവശാലും പോകാൻ പാടില്ലാത്തൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ പറയുന്നതിന് നമ്മുടെ സെൽ സൈക്കിളാണ് അല്ലേ. സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ സെൽ സൈക്കിളിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഇൻ്റർഫേസ് എന്നും എം ഫേസ് എന്നും. അതിൽ ഇൻ്റർഫേസ് ആണ് ഒരു സെൽ സൈക്കിളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഈ ഫേസിനെ നമ്മൾ പ്രിപ്പയറേറ്ററി ഫേസ് എന്നും അതുപോലെ തന്നെ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയാറുണ്ട്. ആൻഡ് ഈ ഇൻ്റർഫേസിനെ നമുക്ക് G1 ഫേസ്, എസ് ഫേസ് ആൻഡ് G2 ഫേസ് എന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ G1 ഫേസിലാണ് മാക്സിമം സെല്ല് ഗ്രോ ചെയ്യുന്നത്, സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് സെല്ല് ഗ്രോ ചെയ്യുന്ന ഫേസ് ആണ് G1 ഫേസ്. ആൻഡ് എസ് ഫേസിന് നമ്മൾ സിന്തസിസ് ഫേസ് എന്ന് പറയാറുണ്ട്. DNA സിന്തസിസ് അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് ആണ്. ആൻഡ് നമ്മുടെ G2 ഫേസിലാണ് സെല്ല് ഡിവിഷന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീൻസും ഉണ്ടാക്കുന്നത്. ഈ ഫേസ് ഐഡന്റിഫൈ ചെയ്യാനും ഓരോ ഫീച്ചേഴ്സ് എഴുതാനും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ എം ഫേസ്, ഇപ്പോൾ ഒരു സെല്ല്, ഇപ്പോൾ ഒരു ഹ്യൂമൻ സെൽ ആവറേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ 24 hours ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 95% ഇൻ്റർഫേസ് ആയിരിക്കും. 1 hour മാത്രമേ നമുക്ക് ഡിവിഷൻ ഫേസ് ഉണ്ടാവുള്ളൂ. ആ ഡിവിഷൻ ഫേസിനെ നമ്മൾ എം ഫേസ് എന്ന് പറയും. എം ഫേസിന് നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ഏതൊക്കെയാണ്? പ്രോ മെറ്റൻ ആന നെയിംഡ് ടീലോ, അതായത് കാരിയോകൈനസിസ്, ന്യൂക്ലിയസിൻ്റെ ഡിവിഷൻ്റെ 4 ഫേസസ് ആണ്. അപ്പോൾ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയസ് ആയിക്കഴിഞ്ഞാൽ മാത്രം സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആവില്ല. നമുക്ക് സൈറ്റോപ്ലാസം കൂടി ഡിവൈഡ് ചെയ്യണം. അങ്ങനെ കാരിയോകൈനസിസും സൈറ്റോകൈനസിസും ചേരുന്നതാണ് നമ്മളുടെ എം ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഡിവിഷനിൽ മിസ് പറഞ്ഞ പ്രോ മെറ്റ് ആന നെയിംഡ് ടീലോ. അപ്പോൾ പ്രോഫേസിൽ എന്താ ചെയ്യുക? നമ്മളെ ന്യൂക്ലിയർ മെംബ്രെയിനൊക്കെ ഡിസപ്പിയർ ചെയ്യും, ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ചെയ്യും, ക്രൊമാറ്റിൻ റെട്ടിക്കുലം കണ്ടൻസ് ചെയ്യും, നമ്മളെ സെൻട്രോസോം ഡബിൾ ചെയ്യും, അതുപോലെ തന്നെ നമ്മളുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ സെല്ല് ഡിവിഷനിലേക്ക് ഇങ്ങനെ കടക്കാൻ വേണ്ടി പോകുകയാണ്. അതാണ് നമ്മളുടെ പ്രോ ഫേസിൽ നടക്കുന്ന ചേഞ്ചസ്. ബാക്കിയുള്ള സെൽ ഓർഗനൽസ് എല്ലാം ഡിസപ്പിയർ ചെയ്യും. ആൻഡ് മെറ്റാ ഫേസിലാണെങ്കിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് നമ്മളുടെ ക്രോമസോമിൻ്റെ ആ ഒരു സെൻട്രോമിയറിൽ വന്ന് അറ്റാച്ച് ചെയ്യും. സെൻട്രോമിയറിൻ്റെ കൈനറ്റോ കോറിൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ക്രോമസോംസ് ആൽ അലൈൻ അറ്റ് ദി ഇക്വേറ്റർ. ഇവരിങ്ങനെ ഇക്വേറ്ററിൽ അലൈൻ ചെയ്യുന്ന ഫേസാണ് നമ്മളുടെ മെറ്റാ ഫേസ്. അപ്പോൾ മെറ്റാഫേസിക് പ്ലേറ്റ് ഒക്കെ ഫോം ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളുടെ അനാഫേസിലാണെങ്കിൽ നമ്മളെ സെൻട്രോമിയർ എന്ത് ചെയ്യും? സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും അല്ലേ. നമ്മളുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇങ്ങനെ ഷോർട്ടൻ ആവുന്ന സമയത്ത് സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും, ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യും, മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾ. ആൻഡ് നമ്മളെ ടീലോ ഫേസിലാണെങ്കിലോ ന്യൂക്ലിയർ മെംബ്രെയിൻ റീഅപ്പിയർ ചെയ്യും, ന്യൂക്ലിയോലസ് റീഅപ്പിയർ ചെയ്യും, അതുപോലെ തന്നെ ഡോട്ടർ ന്യൂക്ലിയായി ഫോം ചെയ്യും, വേറെ സെൽ ഓർഗനൽസ് എല്ലാം വരാൻ വേണ്ടി തുടങ്ങും, സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ ആവും. ഇത്രയാണ് നമ്മളുടെ എം ഫേസിലെ മൈറ്റോസിസ് ഫേസിൽ നടക്കുന്ന ചേഞ്ചസ്. ഇപ്പോൾ 2 ന്യൂക്ലിയസ് ആയി, അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് സൈറ്റോപ്ലാസം കൂടി ഡിവൈഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് പറയുക. അത് അനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഡിഫറൻസ് ഉണ്ട്. അനിമൽ സെല്ലിലാണെങ്കിൽ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നത് ബൈ ദ ഫോർമേഷൻ ഓഫ് ഫെറോ, ഒരു പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു ഇങ്ങനെ ഇൻവാജിനേഷൻ ഫോം ചെയ്തിട്ടാണ്. ആൻഡ് പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ബൈ സെൽ പ്ലേറ്റ് ഫോർമേഷൻ. ഇത് 1 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോത്തിന്, സെൽ റീപെയറിന്, അതുപോലെ തന്നെ പ്ലാന്റ് സെൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ലൈഫ് ത്രൂ ഔട്ട് അവർ വളരാൻ സഹായിക്കുന്നത് ഈ ഒരു മൈറ്റോസിസ് ആണ്, മെരിസ്റ്റമാറ്റിക് സെൽസിൽ. പിന്നെ നമ്മൾ ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസ് വിത്ത് ഐഡൻറ്റിക്കൽ ക്രോമസോം നമ്പറുള്ള സെൽസ് ഉണ്ടാക്കാൻ മൈറ്റോസിസ് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കറിയാം മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നില്ല? ക്രോമസോം നമ്പർ മാറുന്നില്ല അല്ലേ. എത്രയാണോ പാരൻറ് സെല്ല് അത്ര തന്നെ ആയിരിക്കും ഡോട്ടർ സെല്ലിലും ക്രോമസോം നമ്പർ. അതുകൊണ്ട് തന്നെ മൈറ്റോസിസിന് നമ്മൾ എന്ത് പറയാറുണ്ട്? ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മിയോസിസ് ആണ്. മിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ എല്ലായിടത്തും നടക്കാറില്ല. നമ്മളുടെ ഗാമേറ്റ് ഫോർമേഷൻ സെല്ലിൽ മാത്രമേ എന്ത് നടക്കാറുള്ളൂ? മിയോസിസ് നടക്കാറുള്ളൂ. ആൻഡ് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ 4 ഡോട്ടർ സെൽസ് ഉണ്ടാകും. ആൻഡ് ക്രോമസോം നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? നേരെ പകുതി ആവുന്നുണ്ട്. അതുകൊണ്ട് മിയോസിസിന് നമ്മൾ എന്ത് പറയും? റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയും. അപ്പം മിയോസിസ് മെയിനായിട്ട് 2 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുക. ഒരു മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അപ്പം മിയോസിസ് 1ൽ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1 ഇങ്ങനെയുണ്ട്. അപ്പം അതിൽ തന്നെ പ്രോഫേസ് 1 കുറച്ച് ലോങ്ങർ ഫേസ് ആണ്. പ്രോഫേസ് 1നെ വീണ്ടും നമ്മൾ 5 സബ് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയകൈനസിസ്. അപ്പോൾ ഇതിൽ ഈ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇവിടെ
നമ്മളൊരു കോഡ് വെച്ച് ഇതും പഠിച്ചിട്ടുണ്ടായിരുന്നു. ലെപ്റ്റോമോൺ ജൈഗോണിൻ്റെ പാക്കറ്റിൽ കൈ ഡിപ്പ് ചെയ്തപ്പോൾ ഡൈ ചെയ്തു, അല്ലെങ്കിൽ ലിറ്റിൽ സാറ പ്ലേസ് ഡ്രംസ് ഡെയിലി, ഏതെങ്കിലും വെച്ചിട്ട് കറക്റ്റ് ഓർഡർ ആലോചിച്ച് വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതിൽ ലെപ്റ്റോട്ടിയിൽ നമ്മളുടെ ക്രോമസോംസ് എന്ത് ചെയ്യും, ഇങ്ങനെ കോമ്പാക്റ്റ് ആവാൻ തുടങ്ങും. ക്രൊമാറ്റിൻ റെട്ടിക്കുലം കോമ്പാക്റ്റ് ആവാൻ തുടങ്ങും. നമ്മളെ സൈഗോട്ടീനിൽ ക്രോമസോംസ് ഇങ്ങനെ പെയർ ചെയ്യും, അവരെ നമ്മൾ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയും. ആൻഡ് ഈ പെയറിങ്ങിന് സിനാപ്സിസ് എന്ന് പറയും. കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള സിനാപ്റ്റോണിമൽ കോംപ്ലെക്സ് അവർ ഫോം ചെയ്യും. അതിനെ നമ്മൾ ഡയാഡ് അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് പറയാറുണ്ട്. 2 ഹോമോലോഗസ് ക്രോമസോംസ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഡയാഡ് എന്ന്, 4 ക്രൊമാറ്റിഡ്സ് ഉള്ളതുകൊണ്ട് ടെട്രാഡ് എന്നും പറയും. അത് കഴിഞ്ഞ് പാക്കറ്റീനിൽ അവരെന്ത് ചെയ്യും, അവരുടെ DNA അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെ, റീകോമ്പിനേഷൻ നൊഡ്യൂളൊക്കെ ഫോം ചെയ്ത് റീകോമ്പിനീസ് എന്ന് പറയുന്ന എൻസൈം മീഡിയേറ്റ് ചെയ്തിട്ട് അവർ പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അതിന് നമ്മൾ ക്രൂസിങ് ഓവർ എന്ന് പറയും. അത് കഴിഞ്ഞ് ഡിപ്ലോട്ടീനിൽ എന്താണ്, നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലെക്സ് ആൻഡ് കയാസ്മാറ്റ എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്യും. ആൻഡ് ഡയകൈനസിസിൽ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ. ഇത് പ്രോഫേസ് 1 കഴിഞ്ഞുള്ളൂ. പിന്നെ മെറ്റാഫേസ് 1 ഹോമോലോഗസ് ക്രോമസോംസ് ഇങ്ങനെ നമ്മളുടെ ഇക്വേറ്ററിൽ അലൈൻ ചെയ്യും. പിന്നെ നമ്മളുടെ അനാഫേസിൽ ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യും. ടീലോഫേസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ചേഞ്ചസ് തന്നെ. ഇനി നമ്മളുടെ മിയോസിസ് 2, വീണ്ടും ഈ 2 ഡിവിഷൻ്റെ ഇടയ്ക്ക് മിയോസിസ് 1ൻ്റെയും മിയോസിസ് 2ൻ്റെയും ഇടയ്ക്ക് ഒരു ഇൻ്റർകൈനസിസ് ഉണ്ട് കേട്ടോ. അവിടെ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗ്യാപ്പാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും പ്രോഫേസ് 2 മെറ്റാഫേസ് 2, ഇവിടെ 1 എന്നാണ് എഴുതി, ശരിക്കും 2 ആണ് കേട്ടോ. പ്രോഫേസ് 2 മെറ്റാഫേസ് 2 അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. അപ്പോൾ ഇവിടെ നമ്മളുടെ 2 സെൽസ് ആയി നിൽക്കുന്നതിൽ വീണ്ടും എന്താണ് ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൈറ്റോസിസിന് ഈക്വൽ ആണ് കേട്ടോ. ഇവിടെ നമ്മളുടെ ക്രോമസോംസ് ആയിട്ട് മാറും. പിന്നെ നമ്മളുടെ ക്രോമസോംസ് ഇങ്ങനെ ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യും. പിന്നെ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. 4 ഡോട്ടോ സെൽസ് ഫോം ചെയ്യും. ആൻഡ് മിയോസിസിൻ്റെ സിഗ്നിഫിക്കൻസ്, നമുക്കൊരു സ്പീഷീസിൻ്റെ ക്രോമസോം നമ്പർ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ജെനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്, കാരണം ക്രോസിങ് ഓവറൊക്കെ നടക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കുഞ്ഞ് ചാപ്റ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഈ ചാപ്റ്റർ എന്നുള്ള ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. മെറ്റാഫേസും അനാഫേസും ആണ് എപ്പോഴും എക്സാമിന് ചോദിക്കാറ്. അതുപോലെ തന്നെ പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1ൻ്റെ സബ് സ്റ്റേജസും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റേജസും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ് കാണാം.